Hello friends, എല്ലാവർക്കും ഗെറ്റ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരു കിടിലൻ കമ്പാരിസൺ വീഡിയോ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും തന്നെ ഫെസ്റ്റിവൽ സീസണാണ്, അല്ലെങ്കിൽ അത്രയും ഓഫറിൻ്റെ പെരുമഴയാണ് രണ്ട് ഒരു വെബ്സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡ്രോപ്പിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് അതിൽ നല്ലത് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അത്രയും നല്ല രണ്ട് ഫോണുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് ആണ്. രണ്ടാമത്തേത് ഗാലക്സിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്ത ഗാലക്സി F41 ആണ്. അപ്പോൾ F41ൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് October 16 ഫ്ലിപ്കാർട്ട് വഴിയാണ്, അതായത് ബിഗ് ബില്യൺ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം അത്രയും അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് രണ്ട് ഫോണുകളുള്ളത്. ഒന്നിലൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് രണ്ട് ഫോണിൻ്റെയും സ്പെസിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ അത്രയും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഫോണായിരിക്കും. അപ്പം അത്രയും അടിപൊളി സ്പെക്കുകളാണ് രണ്ട് ഫോണുകൾക്കുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ ഡിസ്പ്ലേ പരിശോധിക്കാം. അപ്പം മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ റെസൊല്യൂഷനോട് കൂടിയ LCD ഡിസ്പ്ലേ ആണ് മോട്ടറോള വൺ ഫ്യൂഷന് നൽകിയിട്ടുള്ളത്. അതേസമയം ഗാലക്സി F41 നമുക്ക് 6.4 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ റെസൊല്യൂഷനോട് കൂടിയ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇവിടെ ഗാലക്സി F41 നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്ന സമയത്ത് വൺ ഫ്യൂഷൻ പ്ലസിൽ നമുക്ക് ലഭിക്കുന്നത് LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ LCD ഡിസ്പ്ലേക്കാൾ എന്തുകൊണ്ട് നല്ല ഡിസ്പ്ലേ സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറുണ്ട്. അതായത് ഈ LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് HDR10 ഡിസ്പ്ലേ ആണ്. അപ്പം ഏകദേശം LCD ഡിസ്പ്ലേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് LCD+ HDR10 വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് തന്നെയാണ് രണ്ട് ഫോണുകൾ നമുക്ക് തരാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നോച്ച് എന്ന് പറയുന്നത്. പല ടൈപ്പ് ആളുകളുണ്ടാവും. നോച്ച് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവിടെ നോച്ച് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് തോന്നാറുണ്ട്. അതായത് ഈ വീഡിയോസ് കാണുന്ന സമയത്തും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ സ്ക്രീൻ എത്ര വലുതാണെങ്കിൽ കൂടി ആ ഒരു ഫുൾ സൈസിൽ നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റില്ല. ആ നോച്ച് ഓഫ് ആക്കിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മോട്ടറോളയുടെ വൺ ഫ്യൂഷൻ പ്ലസ് ആയിരിക്കും. കാരണം ആ ഒരു ഫോണിൽ നൽകിയുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. അതായത് ഒരു പോപ്പ് സെൽഫി ക്യാമറയോട് കൂടിയ നമുക്ക് നോച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഫുൾ സ്ക്രീനുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ലഭിക്കുന്നത്. അതേസമയം ഗാലക്സി F41 വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. നമ്മൾ യു ഡിസൈനിൽ കണ്ടിട്ടുള്ള ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ തന്നെ പല ഫോണുകളിലും കണ്ടിട്ടുള്ള M സീരീസുകളിലൊക്കെ കണ്ടിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഗാലക്സി F41 ലഭിക്കുന്നത്. M സീരീസിലെ ഗാലക്സി M31 സെയിം ഫോണ് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഗാലക്സി F41 എന്ന പേരിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ പോയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇത്രയൊക്കെയാണ് രണ്ട് ഫോണുകളെക്കുറിച്ചും പറയാനുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് നോച്ചുള്ള ഡിസ്പ്ലേനേക്കാൾ കൂടുതൽ ഇഷ്ടം. എങ്കിൽ കൂടി AMOLED ഡിസ്പ്ലേ അത് ഒഴിവാക്കാനുള്ള ഒരു മനസ്സും ഇല്ല എനിക്ക്. കാരണം AMOLED ഡിസ്പ്ലേ ആവണം, അതേപോലെ തന്നെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടും ആ ഒരു സ്പെക്കുള്ള ഫോണായിരുന്നു ഞാൻ ചൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്. ഒന്ന് സൂപ്പർ AMOLED ആണെങ്കിൽ മറ്റേ സൈഡിലാണ് എന്തുള്ളത് ഫുൾ വ്യൂ ഡിസ്പ്ലേ ഉള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ശരിക്കും എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും കോമ്പറ്റീഷനാണ് ഇവിടെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ രണ്ട് ഫോണുകളുടെ സ്പെക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി റിഫ്രഷ് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോണുകളിൽ 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമാണുള്ളത്. അതിവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. ഇനി പ്രൊസസ്സർ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഫോണിൻ്റെ മെയിൻ പാർട്ടായ പ്രൊസസ്സർ പരിശോധിച്ച് കഴിഞ്ഞാൽ സാംസങ് ഗാലക്സി F41 നമ്മൾ പല ഫോണുകളിലും കണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് ഫോണുകളിൽ മുമ്പ് സാംസങ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള എക്സിനോസിൻ്റെ 9611 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഗാലക്സി F41 വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സാംസങ് ഒരേ പ്രോസസ്സർ പല ഫോണുകളിൽ യൂസ് ചെയ്യുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു
ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ സാംസങ്ങിൻ്റെ US വേർഷൻ ഇന്ത്യയിലുള്ള വേർഷൻ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്, ഗാലക്സി F41 എക്സിനോസിൻ്റെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മുമ്പ് പല ഫോണുകളിൽ നമ്മൾ കണ്ടുള്ള സെയിം പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം മോട്ടോറോള One Fusion Plusൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 730G എന്നൊരു പ്രോസസ്സറാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ രണ്ടും രണ്ട് തരത്തിലുള്ള പ്രോസസ്സറുകളാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ താല്പര്യം സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ്. കാരണം അത് പറയാനുള്ളൊരു കാരണമുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുകളിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുകളിലെ ഫോൺ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ മറ്റ് പ്രോസസ്സറുകൾ യൂസ് ചെയ്ത് കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോണിൻ്റെ എക്സ്പീരിയൻസും രണ്ടായിരിക്കും. കാരണം സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുകൾക്ക് വേണ്ടി തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാ ആപ്പുകളും ഗെയിംസും ഒക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ആപ്പുകളും ഗെയിമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒപ്റ്റിമൈസേഷനാണ് ഓരോ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ PUBG ആയാലും അതുപോലുള്ള ഗെയിമുകളായാലും ഏറ്റവും സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുകളിലാണ്, അതായത് ആൻഡ്രോയിഡ് ഫോണുകളുടെ കാര്യത്തിൽ. അപ്പോൾ എനിക്കിവിടെ കൂടുതൽ താല്പര്യവും സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറിനോടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് ഫോണുകളിൽ ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മോട്ടോറോള One Fusion Plus ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. റാം പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റുകളിൽ 6GB റാമാണ് വരുന്നത്. അതേപോലെ തന്നെ LPDDR4X റാമാണ് ഈ രണ്ട് ഫോണുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം ടെക്നോളജി എന്ന് പറയുന്നത്. സ്റ്റോറേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാലക്സി F41 6+64GB ഇൻ്റർണൽ സ്റ്റോറേജ് കൂടിയ ഒരു വേരിയൻറ്റും അതേപോലെ തന്നെ 6+128 എന്ന ഒരു വേരിയൻറ്റും, അതായത് രണ്ട് വേരിയൻറ്റുകൾ നമുക്ക് ഗാലക്സി F41 അവൈലബിൾ ആണ്. അതേസമയം മോട്ടോറോള One Fusion Plusൽ 6+128GB എന്ന ഒരു വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ SD കാർഡിൻ്റെ അല്ലെങ്കിൽ എക്സ്പാൻഡബിൾ മെമ്മറിയുടെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാലക്സി F41 നമുക്കൊരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം പ്രവർത്തിക്കാം. അതേസമയം മോട്ടോറോള One Fusion Plusൽ ഹൈബ്രിഡ് സ്ലോട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു SD കാർഡും ഒരു സിമ്മും അല്ലെങ്കിൽ രണ്ട് സിമ്മും, ഇങ്ങനെയാണ് നമുക്ക് മോട്ടോറോള One Fusion Plusൽ SD കാർഡ് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി F41 ആണ്. കാരണം ഈ ഒരു ഫോണിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഒരേ സമയം നമുക്ക് പ്രവർത്തിപ്പിക്കാനായി പറ്റും. പക്ഷേ മോട്ടോറോള One Fusion Plusൽ നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് സിമ്മ് അല്ലെങ്കിൽ ഒരു SD കാർഡ് ഒരു സിമ്മ്, ഇവിടെ അതൊരു നെഗറ്റീവ് സൈഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ഫോണുകളിലും ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത്രയും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവരൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനോട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് റാമിൻ്റെയും റോമിൻ്റെയും കാര്യത്തിൽ പറയാനുള്ളത്. ഏറ്റവും കൺഫ്യൂഷൻ തോന്നിക്കുന്ന അടുത്ത ഒരു പാർട്ടാണ് ക്യാമറ എന്ന് പറയുന്നത്. രണ്ട് ഫോണുകളിലും മികച്ച രീതിയിലുള്ള ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രണ്ട് ഫോണുകളുടെയും ക്യാമറയിലുണ്ട്. അപ്പോൾ അതെന്താകണമെന്ന് നമുക്ക് നോക്കാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഗാലക്സി F41 എത്തുന്നത്. അതേസമയം ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് മോട്ടോറോള One Fusion Plus എത്തുന്നത്. അപ്പോൾ ഒന്നിൽ 3 ക്യാമറയാണ്, മറ്റതിൽ 4 ലെൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിലിനി തന്നെ ഓരോ ലെൻസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാലക്സി F41ലും അതേപോലെ തന്നെ മോട്ടോറോള One Fusion Plusലും നമുക്ക് 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ലെൻസാണ് ലഭിക്കുന്നത് റിയർ സൈഡിൽ. അതേപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് രണ്ട് ഫോണുകളിലും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. പക്ഷേ ഗാലക്സി F41ലെ 8 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 123 ഡിഗ്രിയാണ്. അതേസമയം മോട്ടോറോള One Fusion Plusൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 118 ഡിഗ്രി ആണ്.
അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ലെൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗാലക്സി F41 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ലെൻസാണ് ലഭിക്കുന്നത്. അതേസമയം നമുക്ക് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ലെൻസാണ് ലഭിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇവിടെ ഗാലക്സി F41 അധികം നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ ഒരു മാക്രോ ലെൻസ് കൂടെ അധികം ലഭിക്കുന്നുണ്ട്. അതായത് ഒരു 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് നമുക്ക് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാക്രോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ എങ്കിൽ കൂടി ഗാലക്സി F41 ക്യാമറ മോശമെന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഗാലക്സി F41 നൽകിയിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗാലക്സി F41 നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അതേസമയം നമുക്ക് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഏത് ഫോണിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ബാറ്ററി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും ഫോൺ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഒരു പവർ ബാങ്ക് കൊണ്ടെടുക്കുന്നുണ്ടാവും. കാരണം നമ്മൾ 24 മണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറക്കമൊഴിച്ചുള്ള കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്, ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണും. അപ്പോൾ നമ്മൾ മറ്റ് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ കൂടുന്നുണ്ടോ അത്രയും നല്ലതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു നോക്കുന്ന സമയത്ത് ഗാലക്സി F41 നമുക്ക് 6000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതേസമയം നമുക്ക് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കേണ്ട മറ്റൊരു സൈഡ് കൂടി ഉണ്ട്. നമുക്ക് ഗാലക്സി F41 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ലഭിക്കുന്നത്. അതേസമയം നമുക്ക് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ചാർജ് കയറാൻ സാധ്യതയുള്ളത് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിലായിരിക്കും. അതായത് ഇവിടെ 18 വാട്ട് ഫാസ്റ്റ് ചാർജറുമാണ്, അതേപോലെ തന്നെ 5000 mAh മാത്രമാണ് ബാറ്ററി ഉള്ളത്. 6000 mAh ബാറ്ററി 15 വാട്ട് ഫാസ്റ്റ് ചാർജറിൽ കയറുന്നതിൻ്റെ ഒരു 1 മടങ്ങ് കൂടെ സ്പീഡിൽ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ ചാർജ് കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ 18 വാട്ട് ഫാസ്റ്റ് ചാർജറുമാണ്. അതേപോലെ തന്നെ 6000 mAh നിന്നൊരു 1000 mAh കുറച്ച് 5000 mAh മാത്രമാണ് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ചാർജർ ലഭിക്കുന്നത് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിലാണ്. പക്ഷേ നല്ലൊരു ബാറ്ററി ലഭിക്കുന്നത് നമുക്ക് ഗാലക്സി F41 ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്ക് ഗാലക്സി F41 റിയൽ പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6GB + 64GB എന്ന വേരിയൻറ്റിന് 16,999 രൂപയും 6GB + 120GB എന്ന വേരിയൻറ്റിന് 17,999 രൂപയുമാണ്. പക്ഷേ ഇവിടെ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസ് 128GB മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 128ൻ്റെ മാത്രം ഇവിടെ പ്രൈസ് നോക്കിയാൽ മതി. അപ്പോൾ ഗാലക്സി F41 128 എന്ന വേരിയൻറ്റിന് വരുന്നത് 17,999 രൂപയാണ്. അതേസമയം മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിന് വരുന്നത് 17,499 രൂപയാണ്. അതായത് ഒരു 500 രൂപ കുറവ്. ഗാലക്സി F41 ഒരു 500 രൂപ കുറവാണ് മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിന് വരുന്നത്. പക്ഷേ ബിഗ് ബില്യൺ ഡേയ്സിൽ നമ്മളൊരു ഫോൺ ഈ രണ്ട് ഫോണുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോൺ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബില്യൺ ഡേയ്സിൽ ഓഫർ പ്രൈസ് വരുന്നത് ഗാലക്സി F41 6GB + 128GB എന്ന വേരിയൻറ്റിന് വരുന്ന പ്രൈസ് 16,499 രൂപയാണ്. അതേസമയം നമ്മുടെ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിന് വരുന്ന ഓഫർ പ്രൈസ്, അതായത് ബിഗ് ബില്യൺ ഡേയ്സിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6GB + 128GB എന്ന വേരിയൻറ്റിന് 15,999 രൂപയാണ് വരുന്നത്. അതായത് 500 രൂപ കുറവ്. അതുതന്നെ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഓൾറെഡി ഉള്ള റേറ്റിനേക്കാൾ തന്നെ 2000 രൂപയോളം കുറവുണ്ട്. ഏത് ഫോണിൽ? നമ്മുടെ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസിൽ. നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യേണ്ട പ്രൈസിനേക്കാൾ 2000 രൂപ ഇളവിലാണ് നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സിൽ മോട്ടോറോള 1 ഫ്യൂഷൻ പ്ലസ് ലഭിക്കുന്നത്. ഇവിടെ രണ്ട് ഫോണുകളുടെ സ്പെക്ക് എന്ന് പറയുന്നത് നമുക്ക്
എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഒരു ഡിസ്പ്ലേക്ക് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് സൈഡ് മറ്റേ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഉണ്ടാവും. അതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഡിസ്പ്ലേ നല്ല ഏത് സ്പെക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു മൈനസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പ്ലസ് പോയിൻ്റ് മറ്റേ ഡിസ്പ്ലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ ഫോൺ ഉണ്ടാവും. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങളുടെ ചോയ്സ് ഗാലക്സി F41 ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കൂടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഗാലക്സി M31ൻ്റെ വീഡിയോ. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത, അതായത് ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടു നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെടുന്നത് നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാലക്സി M31ൻ്റെ റീബ്രാൻഡഡ് വേർഷനാണ് ഗാലക്സി F41 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഔട്ട്പുട്ട്, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സജഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയത് ഗാലക്സി F41 ആണെങ്കിൽ, കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗാലക്സി F41 ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുന്നതാണ്. അതിനുശേഷം മാത്രമേ നിങ്ങളൊരു പർച്ചേസ് നടത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.